എല്ലാവർക്കും നമസ്കാരം. ആഴ്ചയിലേക്ക് സ്വാഗതം. മകം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. മകം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. Tower moment, 9 of Pentacles, Moon card, King of Cups, 3 of Cups, 8 of Pentacles. Okay, വളരെ പ്രധാനപ്പെട്ട ഒരു മാസം തന്നെയായിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുന്നത്. ടവർ മൊമെൻ്റ് ആൻഡ് 3 of Cups എനർജിയാണ് ഫസ്റ്റ് കാർഡ് വന്നിട്ട്. ഒരു വലിയ റീസ്ട്രക്ചറിങ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു സമയമാണ്. വലിയൊരു മാറ്റം എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ ഒരു എനർജി നിങ്ങളുടെ ജീവിതം വീണ്ടും എന്താ പറയുക റീബിൽഡ് ചെയ്യുന്നൊരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ, തീരെ പ്രതീക്ഷിക്കാത്ത വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ മൊത്തത്തിൽ മാറി മറിയുന്ന ഒരു സമയമാണ്. ഫൗണ്ടേഷണലായിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഫൗണ്ടേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും റീബിൽഡ് എന്തോ ഒന്ന് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്കായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ടവർ മൊമെൻറ്റ് വളരെ പ്രധാനപ്പെട്ട വളരെ പവർഫുൾ എനർജിയാണ്. അതേസമയം തന്നെ 3 of Cups ആൻഡ് ടവർ മൊമെൻറ്റ് എനർജിയാണ്. സ്ട്രോങ് മെസ്സേജാണ് ഈ ഒരു ടവർ മൊമെൻറ്റ് നിങ്ങൾക്കായിട്ട് കൊണ്ടുവരുന്നത് എന്ന് പറയുന്നത്. വലിയൊരു സന്തോഷം, വലിയൊരു ആഘോഷമാണ്. ഇത് പറയുകയാണെങ്കിൽ നമ്മൾ പറയും ബ്ലെസ്സിങ് ഇൻ ഡിസ്കൈസ് എന്ന് പറയുന്ന എനർജി. അതായത് നമ്മൾ പറയുമല്ലോ ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്ന പോലത്തെ ഒരു എനർജിയാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ ഒരു സമയമെന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്നുള്ളതാണത്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിത സാഹചര്യമാണ്. നിങ്ങളിപ്പോൾ എന്താണോ അതിൽ നിന്ന് വലിയൊരു മാറ്റത്തിലേക്കാണ്. നിങ്ങൾ എന്താണോ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും മറ്റൊരു വ്യക്തിയായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ, നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ, സാമ്പത്തിക കാര്യങ്ങളിൽ എല്ലാത്തിലും വലിയൊരു മാറ്റം സംഭവിക്കുന്നത്. ഇത് പെട്ടെന്നുള്ളൊരു മാറ്റമാണ്. ഇത് കുറച്ച് നാളായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നതോ തീരുമാനിക്കുന്നതോ ആയിട്ടുള്ളതൊന്നും ആയിരിക്കില്ല. നിങ്ങൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല മാറ്റങ്ങൾ വരുന്നത്. നിങ്ങൾ വിചാരിച്ച രീതിയിലായിരിക്കില്ല. പക്ഷെ നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ മികച്ചത് നിങ്ങൾക്കായിട്ട് കൊണ്ടുവരുന്ന ഒരു സമയമായിരിക്കും. മാത്രമല്ല പെട്ടെന്നുള്ളൊരു മാറ്റമായിരിക്കും. അപ്പോൾ ഇന്ന് ചിലപ്പോൾ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, എന്താണോ പ്രവർത്തിക്കുന്നത്, എന്താണോ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ ഉള്ളത്, നെക്സ്റ്റ് ഡേ നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ളൊരു മാറ്റം എന്നുള്ള രീതിയിലാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്നുള്ള മാറ്റമാണിത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി പലരും അത് ഫീൽ ചെയ്യുന്നുണ്ടാവും ഒരു മാറ്റം ഇപ്പോൾ തന്നെ. പക്ഷെ അത് എന്താണ് എങ്ങനെയാണെന്നുള്ളത് ഒരു പിടിയും തരാത്തൊരു സാഹചര്യം. കാരണം 9 of Pentacles ആൻഡ് King of Cups എനർജി കണക്ഷൻസ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ആ ഒരു പ്രപഞ്ചശക്തി നമ്മൾ പറയില്ലേ പ്രത്യക്ഷത്തിൽ ഒരു അനുഗ്രഹം എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദൈവാനുഗ്രഹം വളരെയധികം ഉള്ള സമയമാണ്. നിങ്ങളെന്ന് മാത്രമല്ല, നിങ്ങളോ നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആരും പ്രതീക്ഷിക്കാതെ എല്ലാവരും വളരെ അത്ഭുതം അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും പെട്ടെന്നൊരു വളരെ സർപ്രൈസിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യം എന്ന് തന്നെ പറയാം. വളരെ അത്ഭുതകരമായിട്ട് ഒത്തിരി സന്തോഷം തരുന്ന ഒരു എനർജിയാണ്. സാമ്പത്തികമായിട്ട് ഒത്തിരി മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം. നിങ്ങൾ ഇനി ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ കരിയറിൽ പ്രൊമോഷൻ, ഗ്രോത്ത്, സാമ്പത്തികമായിട്ടുള്ള വളരെ ഒരു ലോങ് ടേമിലേക്ക് വേണ്ടി സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്ന സമയം എന്ന് പറയാം. നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളല്ല എങ്കിൽ കൂടിയും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരു അടിത്തറ ഉണ്ടാക്കാൻ പറ്റുന്ന സമയം എന്ന് പറയും. ഇനി നിങ്ങളൊരു വീട്ടമ്മയാണ്, ജോലി ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ റിട്ടയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഇപ്പോൾ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ പോലും ഈ ഒരു മാസം എന്ന് പറയുന്നത് വളരെ പ്രതീക്ഷയായിട്ട് നിങ്ങൾക്ക് അവസരങ്ങൾ വരികയാണ്. ബിസിനസ് സാധ്യതയായിരിക്കാം, മറ്റെന്തെങ്കിലും അവസരങ്ങളായിരിക്കാം. തീരെ അപ്രതീക്ഷിതമായിട്ട് വരുന്ന ഈ ഒരു അവസരം നിങ്ങൾ വളരെ ലൈറ്റായിട്ടായിരിക്കും എടുക്കുന്നത്. ചിലപ്പോൾ അത് വേറെ തൽക്കാലം ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ഇത് ചെയ്യാമെന്ന് വിചാരിച്ച് തുടങ്ങുന്നതോ ചെയ്യുന്നതോ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളോ നിങ്ങളുടെ ചുറ്റുമുള്ളവരോ തീരെ പ്രതീക്ഷിക്കാത്ത ലെവലിലേക്ക് അത്രയും ഉയരത്തിലേക്ക് എത്തുന്ന
അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരും ഇന്ന് വരെ ലഭിക്കാത്ത അത്രയും ഉയരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു തരത്തിലുള്ള ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിക്കും. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. കുടുംബാന്തരീക്ഷത്തിൽ പൊതുവേ സമാധാനവും സ്വസ്ഥതയും ഒത്തിരി സന്തോഷവും നൽകുന്ന കാര്യമാണ്. കരിയറിൽ മാത്രമല്ല, കാരണം 9 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് കിങ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. മാനസികമായിട്ട് ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യമാണ്. ഒത്തിരി നാളായിട്ട് നിങ്ങൾ കാത്തിരുന്ന ഒരു കാര്യത്തിൻ്റെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു മറുപടി എന്ന് പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയാം. അതേപോലെ തന്നെ ആഘോഷങ്ങളുടെ സമയമായിരിക്കും ഈ ഒരു മാസം എന്ന് പറയുന്നത്. ആഘോഷങ്ങൾ പലതരത്തിൽ പല രീതിയിലും പല തരത്തിലുള്ള ആഘോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. സൗഹൃദങ്ങൾ, ഫ്രണ്ട്ഷിപ്സ്, പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്ന, അതായത് രക്തബന്ധത്തെക്കാൾ വിലമതിക്കുന്ന സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ പൊതുവെ അധികം സൗഹൃദങ്ങൾ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളൊരു ഇൻട്രോവേർട്ട് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അത്രയും അടുപ്പമുള്ള ചില സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ, ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ്, ഫാമിലിയേക്കാൾ അല്ലെങ്കിൽ ഫാമിലിയോടൊപ്പം നിൽക്കുന്ന തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ്, ബെസ്റ്റീസ്, അതുപോലുള്ള ഒരു സാഹചര്യം, നല്ലൊരു സൗഹൃദം ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം. അതേപോലത്തെ ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം. അതേപോലെ തന്നെ മൂൺ കാർഡ് ആൻഡ് 3 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു മൂൺ എനർജി നിങ്ങൾ അടുത്തിടയ്ക്ക് ഇപ്പോഴത്തെ ഒരു എനർജി പറയുകയാണെങ്കിൽ, കുറച്ച് നാളായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വ്യക്തതയില്ല. ഞാൻ എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നുണ്ട് എങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു വ്യക്തതയില്ല, അങ്ങനെ എല്ലാം ഒരു മൂടൽമഞ്ഞ് പോലെയാണ് എങ്കിൽ, ഈ ഒരു ഏപ്രിൽ മാസത്തിലേക്ക് വരുമ്പോൾ എല്ലാം ഒരു തെളിച്ചം ഉണ്ടാകുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ലൈഫിൽ പലരെ സംബന്ധിച്ച് പാസ്റ്റ് ലൈഫിലുണ്ടായിരുന്ന, കഴിഞ്ഞുപോയ കാലത്തിൽ, ഭൂതകാലത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്ന അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ അപകർഷതാബോധം, ഇതൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. ഒരു മാജിക് എന്നൊക്കെ പറയാൻ പറ്റാവുന്ന ഒരു എനർജിയാണ്. ആ ഒരു ഡാർക്ക്നെസ്സിൽ, അതായത് മൂൺ എനർജി നമ്മൾ രാത്രിയാണ്, ചന്ദ്രൻ എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഈ ഒരു ആ ഒരു ഡാർക്ക്നെസ് നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരുന്ന ഒരു സമയം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അനാവശ്യമായിട്ടുള്ള, ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ഭയം അല്ലെങ്കിൽ ഉൾഭയം, നെഗറ്റിവിറ്റി, മറ്റുള്ളവരെന്ത് ചിന്തിക്കും, അപകർഷതാബോധം, ഇതൊക്കെ തന്നെ നിങ്ങൾ മാറ്റിവെക്കുകയാണ്. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ മാറ്റിവെച്ചിട്ട് നിങ്ങൾ ശരിയായിട്ട് രീതിയിൽ ഒരു കൺഫ്യൂഷൻ, ഒരു ആങ്സൈറ്റി, ഇതൊന്നുമില്ലാതെ നിങ്ങൾ വ്യക്തതയോട് കൂടിയിട്ട് ജീവിതത്തിലേക്ക് മുന്നോട്ടേക്ക് പോവുകയാണ്. ആക്ഷൻ എടുക്കുന്ന സമയമാണ് ഈ ഒരു ഏപ്രിൽ മാസം. ആക്ഷൻ എടുക്കുന്ന സമയമാണ്. കുടുംബവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, ആക്ഷൻ എടുക്കുന്നുണ്ട്. ബിസിനസ്, അതേപോലെ ഒരു വളരെ ഹൈ പൊസിഷനിലേക്ക് എത്തുന്ന സമയമാണ്. ഒരു CEO, മാനേജർ, ഡയറക്ടർ, അല്ലെങ്കിൽ വളരെ ഹൈ പൊസിഷനിലേക്ക് ഒന്നുകിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങുന്നതായിരിക്കും നിങ്ങൾ അതിൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടാണെങ്കിൽ വളരെ ഹൈ പൊസിഷനിലും സാധ്യതയുണ്ട്. അതേപോലെ തന്നെ 9 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 8 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്നു, ജോലി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സമയം കൂടിയിട്ടാണ്. വിദ്യാഭ്യാസപരമായിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാനും പഠിത്തത്തോടൊപ്പം തന്നെ ധനസമ്പാദനത്തിലുള്ള മാർഗവും നിങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ജോലി ചെയ്യുന്നതിന് നിങ്ങൾക്കുള്ള ഒരു ചെറിയ പോക്കറ്റ് മണി എന്നുള്ള രീതിയിലല്ല ഇവിടെ, മറിച്ച് നിങ്ങൾ പഠിക്കുന്ന ഒരാളാണെങ്കിൽ അതായത് ഒരു ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു രീതിയിൽ അത്രയും നല്ലൊരു ശമ്പളം, ഒരു സ്ഥിര വരുമാനമുള്ള നല്ലൊരു ജോലിയുള്ള വ്യക്തിക്ക് എത്രത്തോളം വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നു ആ ലെവലിലുള്ള വരുമാനം നിങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട്, അതായത് പഠിത്തത്തോടൊപ്പം സൈഡായിട്ട് ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ജോലിയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ട് മുന്നേറ്റം കാണിക്കുന്നു. അതേപോലെ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരം വരുന്നതാണ്. ഇപ്പോൾ ഏൺ ആൻഡ് ലേൺ എനർജിയാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിലും നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും പുതിയ കോഴ്സ് പഠിക്കുന്നുണ്ടാവാം. എന്തോ ലേണിങ്ങിൻ്റെ സമയമാണ് ഇപ്പോൾ ഏത് ഇതിൽ നിൽക്കുന്നവരാണ്. ഇപ്പോൾ നിങ്ങൾ വിദ്യാർത്ഥികളാണെങ്കിലും, റിട്ടയർ ആയിട്ടുള്ള ഒരാളാണെങ്കിലും, വീട്ടമ്മമാരാണെങ്കിലും, ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിലും ഒക്കെ പഠിക്കാനുള്ള അവസരം വരികയാണ്. ഇപ്പോൾ ജോലിയിൽ നിന്ന് പുതിയ പുതിയ കോഴ്സ് എടുക്കുന്നതാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പുതിയ കോഴ്സ് എടുത്ത് പഠിക്കുന്നതാവാം. ഇത് തന്നെയായാലും പഠിക്കാനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ ഉപയോഗിക്കുക. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി കണക്ഷൻസ് ആണ് നിങ്ങൾക്ക് കണക്ഷൻസ്, നെറ്റ്വർക്കിംഗ് കാണുന്നുണ്ട്. അപ്പോൾ സൗഹൃദങ്ങൾ, നെറ്റ്വർക്കിങ്ങിലൂടെയൊക്കെ നിങ്ങൾക്ക് പുതിയ പുതിയ ആളുകളെ പരിചയപ്പെടാം, പുതിയ മേഖലയിലേക്ക് പോകാം.
യാത്രകൾ ചെയ്യാൻ പറ്റുന്ന അവസരം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുക. യാത്രകൾ ചെയ്യാൻ പറ്റുന്നു. അതേപോലെ യാത്രകളിലൂടെ പുതിയ പുതിയ പല ആളുകളെ പരിചയപ്പെടുന്നുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. യാത്രകളിൽ തന്നെ പല ആഘോഷങ്ങളും ഒക്കെ പങ്കെടുക്കുന്നതായിട്ട് ആഘോഷങ്ങളാണ് കാണിക്കുന്നത്. ഏപ്രിൽ മാസം നിങ്ങൾക്ക് ശരിക്കും ഒരു ആഘോഷം തന്നെ ആവണം. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ സാധ്യമാകുന്ന സമയം എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.